പയ്യൻ ഗൾഫിലാണെങ്കിൽ കൊണ്ടുപോകുമോ എന്നാണ് ചോദ്യം. അതിപ്പോൾ കൊല്ലത്തായാലും കോഴിക്കോട്ടാണെങ്കിലും കോട്ടയത്തായാലും സമം തന്നെ. മോളെ കൂടി കൊണ്ടുപോകുമോ? പക്ഷേ ഈ ചോദ്യം ഇനി ചോദിക്കുമ്പോൾ അപ്പനും അമ്മയും ഒന്ന് നിർത്തി ചിന്തിക്കണം. ആ മുഖത്തേക്കൊന്ന് നോക്കണം. എന്താണ് നിങ്ങളുടെ ഗ്യാരണ്ടി? പെൺമക്കളുള്ള അച്ഛനും അമ്മയും ഇതൊന്ന് നന്നായി കേൾക്കണം. കല്യാണ മാർക്കറ്റിൽ ലാഭം തേടിയിറങ്ങുന്ന വരന്മാരുടെ വീട്ടുകാർക്കും കേൾക്കാം. ഗൾഫിന്റെ പ്രൗഢിയിൽ താരിഫ് ഉയർത്തുന്ന പരമയോഗ്യന്മാർക്കും ഇത് പാഠമാക്കാം. പറയാൻ പോകുന്നത് അതുല്യയുടെ കരൾ പിളർക്കുന്ന കഥയാണ്. കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും പിടിച്ചു നിൽക്കാൻ നോക്കി. ആത്മാഭിമാനത്തിനു മുകളിൽ കുടുംബത്തെ കെട്ടിപ്പിടിച്ചു. എന്നിട്ടും അതുല്യ തോറ്റുപോയി. ദുരൂഹമായ ഒരു മരണം. ഇന്ന് ആ കേസിന്റെ അന്വേഷണ വഴികളിലൂടെയാണ് കുറ്റവും ശിക്ഷയും. ദുബായിൽ മലയാളികളെക്കുറിച്ചൊരു ചൊല്ലുണ്ട്. അവിടെ കാണുന്ന 5 പേരിൽ കുറഞ്ഞത് ഒരാൾ മലയാളിയായിരിക്കും. ദുബായ് നഗരത്തിന്റെ നട്ടെല്ല് തന്നെ അധ്വാനികളായ മലയാളികളാണ്. പക്ഷേ മലയാളികൾക്കിടയിലും അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകളുണ്ട്. മൃഗീയ വാസനകളുള്ള പുഴുക്കുത്തുകളുണ്ട്. ജൂലൈ 19 ഷാർജ. സതീഷ് മാത്രം പറഞ്ഞ കഥയാണ്. പുലർച്ചെയാണ് സതീഷ് ഫ്ളാറ്റിലേക്ക് മടങ്ങിയെത്തിയത്. ഷാർജ റോള, മലയാളികളുടെ തട്ടകം, മലയാളികളുടെ സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, പലചരക്ക് കടകൾ, ഒരു മിനി കേരളം. കേരളം എവേ ഫ്രം കേരളം. അവിടെയാണ് സതീഷും അതുല്യയും താമസിക്കുന്ന ഫ്ളാറ്റ്. പുലർച്ചെ സമയത്ത് ഫ്ളാറ്റിലേക്ക് അയാൾ ധൃതിയിൽ മടങ്ങിയെത്തി. തലേ ദിവസം ഭാര്യയുമായി വഴക്കിട്ടിറങ്ങിപ്പോയതാണ്. അതിവേഗമാണ് അയാൾ ഫ്ളാറ്റിലേക്ക് കയറിയത്. ഡോർ അടച്ചിട്ടുണ്ടായിരുന്നില്ല. കയറിയ ഉടൻ സതീഷ് അത് കണ്ടു. തന്റെ ഭാര്യ അവിടെ ഒരു ഫാനിൽ തൂങ്ങിയ നിലയിൽ. ഇവിടെ വന്നപ്പോൾ ഞാൻ കാണുന്ന വെച്ചാൽ ഡോർ ഓപ്പൺ ആയിരുന്നു. ഡോർ ഓപ്പൺ ആണ്. ഇവളിങ്ങനെ ഹാങ് ചെയ്ത് ഫാനിൽ നിൽക്കുന്നത് ഞാൻ കാണുന്നു. കാല് രണ്ടും ചവിട്ടാവുന്നതിൽ മടങ്ങി നിൽക്കുകയാണ്. അത് അതുല്യയുടെ ജന്മദിനമായിരുന്നു. ജൂലൈ 19. സ്വന്തം ജന്മദിനത്തിൽ അവൾ ആത്മഹത്യ ചെയ്യുമോ? അതുല്യ ശേഖർ തന്റെ ജീവിതം അവസാനിപ്പിച്ചതാണോ? അതോ ഈ മരണത്തിൽ ദുരൂഹതയുണ്ടോ? അതുല്യ ശേഖർ, വയസ്സ് 30. അതുല്യ ഭവനം, തട്ടാന്റെ വടക്കിയിൽ, കോയിവിള, തേവലക്കര, തെക്കുംഭാഗം, കൊല്ലം ജില്ല. ഒരു മകളുണ്ട് അതുല്യ സതീഷ് ദമ്പതികൾക്ക്, ആരാധ്യ. നാട്ടിൽ അതുല്യയുടെ മാതാപിതാക്കൾക്കൊപ്പം നിന്ന് പഠിക്കുകയാണ്. വിവരമറിഞ്ഞ് ഫ്ളാറ്റിലെ അയൽക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് പരിശോധനകൾ ആരംഭിച്ചു. നടപടികൾ പൂർത്തിയാക്കി. അപ്പോഴേക്കും അതുല്യയുടെ അനുജത്തി അഖില സ്ഥലത്തെത്തി. സമീപത്തെ ഫ്ളാറ്റിൽ തന്നെയാണ് അതുല്യയുടെ സഹോദരി അഖിലയും കുടുംബവും താമസിക്കുന്നത്. അവരെത്തുമ്പോൾ സതീഷ് മുഖം താഴ്ത്തിയിരിക്കുകയായിരുന്നു. തന്റെ ചേച്ചിയെ കൊന്നതാണ് എന്ന് പറഞ്ഞാണ് അഖില പൊട്ടിക്കരഞ്ഞതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. സതീഷിന്റെ കഥ തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. വീക്കെൻഡ് പാർട്ടിക്കായി പോയതാണ് തലേന്ന് രാത്രി. അജുമാനിലുള്ള ഒരു സുഹൃത്ത് വിളിച്ചു. സുഹൃത്തിനൊപ്പമുള്ള സമയത്ത് ഭാര്യ പലതവണ ഫോണിൽ വിളിച്ചു. അതൊരു പതിവാണെന്ന് സതീഷ് പറയുന്നു. പുറത്തു പോകുമ്പോഴെല്ലാം ഒരുപാട് തവണ വിളിച്ചുകൊണ്ടിരിക്കും. അന്നും കോളുകൾ വന്നു. പക്ഷേ സതീഷ് കട്ടാക്കി. ഒടുവിൽ ഒരു വീഡിയോ കോൾ. മുറിയിലെ ഫാൻ കാണിക്കുന്നുണ്ട് അതുല്യ. ആ ഫാനൊക്കെ കാണിച്ച് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭാര്യ അറിയിച്ചതായി സതീഷും പറഞ്ഞു. അത് കേട്ടപ്പോൾ സതീഷ് ഭയന്നു. ഞാൻ പെട്ടെന്ന് ഇവിടേക്കെത്തി.
അപ്പോൾ ഡോറ് തുറന്നു കിടക്കുകയായിരുന്നു. സതീഷ് പറഞ്ഞു. ഫോൺ എടുക്കാതായപ്പോൾ ബോട്ടിമിലാണ് വീഡിയോ കോൾ ചെയ്തത്. വീഡിയോ കോൾ ചെയ്ത അതുല്യ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. കഴുത്തിൽ കുരുക്കിട്ട് തൂങ്ങി മരിക്കുന്നതുപോലെ കാണിച്ചു. അതുല്യ തന്റെ കൈലിമുണ്ടിലാണ് ഫാനിൽ കുരുക്കിട്ട് തൂങ്ങിയത്. അതുല്യയുടെ കാലുകൾ രണ്ടും തറയിൽ തട്ടിയിരുന്നു. ഉടൻ തന്നെ സതീഷ് അതുല്യയെ അഴിച്ച് താഴെ ഇറക്കി. ശരീരം തണുത്തിരുന്നു. വേഗം തന്നെ വിവരം പോലീസിനെ അറിയിച്ചു. ഈ കഥ സതീഷ് പലതവണ ആവർത്തിച്ചു. ഷാർജയിലും കേരളത്തിലും പറഞ്ഞു. പോലീസിനോടും ബന്ധുക്കളോടും പറഞ്ഞു. പക്ഷേ ഈ കഥ സത്യമാണോ? സതീഷ് പറഞ്ഞ ന്യായവാദങ്ങളെ തള്ളിക്കളഞ്ഞ അഖില തന്റെ ചേച്ചിയെ സതീഷ് കൊന്നത് തന്നെയെന്ന് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഷാർജയിൽ സഹോദരിയും കേരളത്തിൽ അഖിലയുടെ കുടുംബവും ശക്തമായി സതീഷിനെതിരെ രംഗത്തെത്തി. അയാൾ അതുല്യയെ കൊന്നതാണ്. വാർത്തകൾ അച്ചുനിരത്തി. ചാനലുകൾ ബ്രേക്കിംഗ് വാർത്തകൾ നൽകി. അഖില പറഞ്ഞ കഥ. ഏറെക്കാലത്തിനു ശേഷം തന്റെ ചേച്ചി അതുല്യയെ സന്തോഷത്തോടെ കണ്ട കാര്യം. അഖില പറയുന്ന കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തതയുണ്ടായിരുന്നു. 2024 ജൂലൈ 17 അതുല്യ മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ്. മരണത്തിന് തലേദിവസം രാത്രി 11:30 വരെയും സഹോദരിയോട് സന്തോഷത്തോടെയാണ് അതുല്യ സംസാരിച്ചത്. ഏറെ ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു അതുല്യയുടെ ഗൾഫ് ജീവിതം. നിരന്തരം ഉപദ്രവങ്ങളുടെയും മർദ്ദനങ്ങളുടെയും കഥകൾ. പക്ഷേ പതിവിന് വിപരീതമായി അതുല്യ അന്ന് മരണത്തിനും മണിക്കൂറുകൾക്ക് മുൻപ് ഏറെ സന്തുഷ്ടയായിരുന്നു. അതിനൊരു കാരണവുമുണ്ടായിരുന്നു. അതുല്യ ഒരു പുതിയ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. തന്റെ ജന്മദിനത്തിൽ ഇരട്ടി സന്തോഷം. പുതിയ ജോലി, ജന്മദിനം. പുതിയ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുകയായിരുന്നു അതുല്യ. അതിനായുള്ള ഓഫർ ലെറ്റർ ലഭിച്ചു. കരിയറിലെ പുതിയ തുടക്കം. അതീവ സന്തുഷ്ടയായിരുന്നു അതുല്യ എന്ന സഹോദരി പറയുന്നു. തനിക്കിനി ആരെയും ആശ്രയിക്കാതെ ജീവിക്കാം. മകളുടെ കാര്യവും നോക്കാം. തലേന്ന് രാത്രി 11:30 ശേഷം തന്റെ സഹോദരിക്ക് ഇങ്ങനെയൊരു മനംമാറ്റം ഉണ്ടാകില്ല. ഇത് കൊലപാതകമാണ്, അഖില ഉറപ്പിച്ചു പറഞ്ഞു. പത്തു വയസ്സായി അതുല്യയുടെ മകൾ ആരാധ്യയ്ക്ക്. മകളെ പഠിപ്പിക്കുക എന്നതായിരുന്നു അതുല്യയുടെ ഏക ലക്ഷ്യം. വിവാഹ ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടുമ്പോഴും പിടിച്ചു നിന്നത് ആ മകൾക്ക് വേണ്ടിയാണ്. പുതിയ ജോലി തരപ്പെടുത്തിയതും അതിനാണ്. പക്ഷേ നാട്ടിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം മകളെ നിർത്തിയതിന്റെ കാരണം മറ്റൊന്നായിരുന്നു. ഈ വർഷം 2025 അതുല്യയ്ക്ക് ഏറെ പ്രത്യേകതയുള്ളതായിരുന്നു. മകൾക്ക് 10 വയസ്സ് തികയുന്ന വർഷം. ഏതാനും ദിവസം മുമ്പായിരുന്നു മകളുടെ പിറന്നാൾ. അനുജത്തിയുമായി അതുല്യ ഷാർജയിൽ ഒന്നിച്ചിരുന്നു. നാട്ടിൽ അപ്പൂപ്പനോടും അമ്മുമ്മയോടും ഒരുമിച്ച് മകൾ പിറന്നാൾ കേക്ക് മുറിക്കുമ്പോൾ ഷാർജയിൽ അതേസമയം അതുല്യയും അഖിലയും ബിരിയാണി കഴിച്ചു. 2 രാജ്യങ്ങളിലെങ്കിലും ഒരേ മനസ്സോടെ ഒരേ സമയം അവർ ആ പിറന്നാൾ സന്തോഷത്തോടെ ആഘോഷിച്ചു. അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ളയും അമ്മ തുളസിഭായിയും തറപ്പിച്ചു പറയുന്നു, ആ സന്തോഷവും മകളോടുള്ള കരുതലും തങ്ങൾ കണ്ടതാണ്. ആ അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ആരോപണവും ഊഹങ്ങളും രേഖാമൂലമുള്ള പരാതിയായി. പരാതി ഗൗരവമുള്ളതായി. 2024 ജൂൺ 20 മരണത്തിനു ശേഷവും തന്റെ നീതിക്കായി അതുല്യ ശേഖർ തന്നെ ശബ്ദിക്കാൻ തുടങ്ങി. അതുല്യ അതൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നു. അതുല്യയ്ക്ക് വേണ്ടി അതുല്യ തന്നെ നടത്തുന്ന ഒരു പോരാട്ടം. ഭർത്താവ് സതീഷിൽ നിന്ന് താൻ നേരിടുന്ന ക്രൂരമായ പീഡനങ്ങൾ അതുല്യ തന്നെ ചിത്രീകരിച്ചിരുന്നു. മരണശേഷം തനിക്കെതിരെ അയാൾ ഉയർത്താനിടയുള്ള കള്ളക്കഥകളെയാകെ തച്ചുടയ്ക്കാൻ പോന്ന ശക്തിയുള്ള തെളിവുകൾ.
അതുല്യയുടെ മരണത്തിനു ശേഷം കുടുംബാംഗങ്ങളാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. പോലീസിനും മാധ്യമങ്ങൾക്കും വീഡിയോ ലഭിച്ചു. ജൂലൈ 20, 21 തീയതികളിലായി അത് ലോകം കണ്ടു. മലയാളത്തിലെ എല്ലാ വാർത്താ ചാനലുകളും ആ ദൃശ്യങ്ങൾ ബ്രേക്ക് ചെയ്തു. ഉള്ളടക്കം അത് ജീവനുള്ള സംസാരിക്കുന്ന തെളിവുകളായി മാറി. സതീഷ് മദ്യപിച്ച് അതുല്യയെ ക്രൂരമായി മർദ്ദിക്കുന്നതായിരുന്നു വീഡിയോയിലെ പ്രധാന ഉള്ളടക്കം. അതുല്യയുടെ ശരീരത്തിലെ മുറിവുകളുടെ പാടുകൾ ദൃശ്യങ്ങളിൽ വ്യക്തം. താൻ അനുഭവിക്കുന്ന പീഡനങ്ങൾ ലോകമറിയണം. ഉറപ്പുള്ള തീരുമാനത്തിലാണ് അതുല്യ തന്നെ ഇത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചത്. താൻ സുരക്ഷിതയല്ലെന്ന് അതുല്യയ്ക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയച്ചു തന്നത്. അതുല്യയുടെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. അതുല്യയുടെ മൃതദേഹം ഷാർജയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടികൾ തുടങ്ങി. വീസ റദ്ദാക്കൽ ഉൾപ്പെടെ ചില കടമ്പകൾ കൂടി. ഒരു വിവാഹത്തിന് പോയ സതീഷ് അതുല്യയെ കണ്ടു. ഇഷ്ടം പറഞ്ഞ സതീഷ് വീട്ടുകാരുമായി ചെന്ന പെണ്ണ് ചോദിച്ചു. പക്ഷേ അതുല്യയ്ക്ക് വയസ്സ് 17 ആകുന്നുള്ളൂ. കാത്തിരിക്കാമെന്നായി സതീഷ്. അതുല്യയ്ക്കും ഇഷ്ടമായി. സതീഷ് നല്ല പയ്യൻ, എല്ലാവർക്കും ഒരേ അഭിപ്രായം. സതീഷ് ശാസ്താംകോട്ട, കൊല്ലം. ജോലി ദുബായിൽ എഞ്ചിനീയർ. ആദ്യം ഗംഭീരമായി നടത്തിയ വിവാഹ നിശ്ചയം. വിവാഹം 2011 സ്ത്രീധനം കൊടുത്തുള്ള വിവാഹം. 48 പവനും ബൈക്കും വാങ്ങി നൽകി. വിവാഹം കഴിഞ്ഞ് സതീഷ് ഗൾഫിലേക്ക് തന്നെ മടങ്ങി. ഭാര്യയുടെ വിരഹദുഃഖം മാറ്റണം. അധികം വൈകാതെ അയാൾ മടങ്ങിയെത്തി. അതുല്യയെ തൻ്റെ കൂടെ കൂട്ടി മടങ്ങി. അതുല്യയുടെ വീട്ടുകാർക്കും സന്തോഷമായി. മകൾ അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു. സതീഷിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രം. ഇടയ്ക്ക് കുറച്ച് മദ്യപിക്കും. കൂട്ടുകാരുമായി ചേർന്ന ഇടയ്ക്ക് ചെറിയ കമ്പനി. ഗൾഫിൽ നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളവും. മരുമകനെക്കുറിച്ച് ചോദിച്ച ബന്ധുക്കളോടും നാട്ടുകാരോടും രാജശേഖരൻ പിള്ളയ്ക്കും തുളസിബായിക്കും മറിച്ചൊന്നും അപ്പോൾ പറയാനില്ല. അധികം വൈകാതെ തന്നെ ആ ജീവിതത്തിലേക്ക് മദ്യം വില്ലനായി. ഇടയ്ക്കുള്ള ചെറിയ സേവ വലുതായി. ചെറിയ കമ്പനികൾ വലുതായി. വീക്കെൻഡ് പാർട്ടികൾ പതിവായി. മദ്യം അയാളെ വരിഞ്ഞു മുറുക്കി. മദ്യം മർദ്ദനമായി. അതുല്യയ്ക്ക് സഹിക്കാൻ കഴിയാതെയായി. പിണങ്ങി നാട്ടിലേക്ക് വന്ന അതുല്യ വിവാഹമോചനത്തിന് അപേക്ഷ നൽകി. കേസ് കുടുംബക്കോടതിയിലെത്തി. കോടതി രണ്ടുപേരെയും ഒത്തുതീർപ്പിലെത്തിക്കാനുള്ള കൗൺസിലിംഗ് ഉപദേശിച്ചു. എന്നാൽ അതുല്യ അതിലൊന്നും വഴങ്ങിയില്ല. സതീഷ് ഒരിക്കലും തിരുത്തപ്പെടില്ല എന്ന് അതുല്യയ്ക്ക് ഉറപ്പുണ്ടായിരുന്നിരിക്കണം. അതുല്യ വിവാഹമോചനത്തിൽ ഉറച്ചു നിന്നപ്പോൾ കൗൺസിലർമാരുടെ മുന്നിൽ വെച്ച് സതീഷ് മറ്റൊരു നാടകം കൂടി കളിച്ചു. അയാൾ അതുല്യയുടെ കാലിൽ വീണു. വിവാഹമോചനത്തിൽ നിന്ന് അതുല്യ പിന്മാറണം, ഹർജി പിൻവലിക്കണം, എങ്കിലേ താൻ എഴുന്നേൽക്കുകയുള്ളൂ. അയാൾ അവിടെ തന്നെ കിടന്നു. ഒരവസരം കൂടി കൊടുക്കാം. കൗൺസിലർമാരും അതുല്യയെ ഉപദേശിച്ചു. കൗൺസിലേഴ്സിന്റെ സാന്നിധ്യത്തിൽ അയാൾ ഉറപ്പ് നൽകി. മടിച്ചാണെങ്കിലും അതുല്യ വഴങ്ങി. പക്ഷേ അതുല്യ ഹർജി പിൻവലിച്ചത് അച്ഛനും അമ്മയും അപ്പോൾ അറിഞ്ഞില്ല. അവർക്കക്കാര്യത്തിൽ എതിർപ്പായിരുന്നു. കാരണം സതീഷിന്റെ മോശം പെരുമാറ്റവും അധിക്ഷേപവും പലവട്ടം അവർക്കും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും മകളുടെ തീരുമാനത്തിനു മുന്നിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നു. അതുല്യയുടെ മരണത്തിൽ എന്താണ് കുടുംബത്തിന്റെ നിലപാട്? അതിലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം. അതുല്യയുടെ ദുരൂഹ മരണത്തിന്റെ അറിയാക്കഥകളിലേക്ക് വീണ്ടും. അതുല്യയുടെ മരണമേൽപ്പിച്ച ആഘാതം ആ കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അധികമായിരുന്നു. എങ്കിലും മകളുടെ നീതിക്കായി പോരാടാൻ തങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. മരിക്കുന്നതിന് ഏതാണ്ട് 8 മാസങ്ങൾക്ക് മുൻപാണ് അതുല്യ അവസാനമായി നാട്ടിലെത്തിയത്. 1 മാസത്തോളം ചവറയിലെ വീട്ടിലുണ്ടായിരുന്നു. മോളോടൊപ്പം സമയം ചെലവിട്ടു.
അമ്മയോട് അതുല്യയ്ക്ക് ചിലത് പറയാനുണ്ടായിരുന്നു. സതീഷ് മദ്യത്തിന് അടിമയാണ്. ഒത്തുതീർപ്പുകളൊന്നും ഫലപ്രദമായില്ല. കുടിക്ക് ഒരു കുറവുമില്ല. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ, പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ അയാൾ പിന്നെ അടി തുടങ്ങും. പക്ഷെ അമ്മയ്ക്ക് അവൾ വാക്കുകൊടുത്തു. ഒരിക്കലും താൻ ആത്മഹത്യ ചെയ്യില്ല. മകൾക്കു വേണ്ടി ജീവിക്കും. എങ്ങാനും ഞാൻ മരിച്ചാൽ അയാൾ കൊന്നെന്ന് അച്ഛനും അമ്മയും കരുതിക്കോളൂ. താൻ മരിച്ചാൽ അയാൾ കൊന്നെന്ന് അച്ഛനും അമ്മയും കരുതിക്കോളൂ എന്ന ആ വാക്കാണ് ആ അച്ഛനെയും അമ്മയെയും കേസ് നൽകാൻ പ്രേരിപ്പിച്ചത്. 2025 ജൂലൈ 20 കൊല്ലം ചവറ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷൻ. അതുല്യയുടെ ഭർത്താവ് സതീഷ് ശങ്കറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. കുറ്റങ്ങൾ സ്ത്രീധന പീഡനം, ശാരീരിക പീഡനം, കൊലപാതകം. അതുല്യയുടെ മരണം സംഭവിച്ചത് ഷാർജയിലായതിനാൽ കേരള പോലീസിന് ആദ്യം ചില പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിലെ വീഡിയോയും വാർത്തയും കേസിൽ നിർണായകമായി. അതുല്യ മരണത്തിനു മുൻപ് അനുഭവിച്ചിരുന്ന ക്രൂരമായ മർദ്ദനങ്ങളുടെ വീഡിയോ പുറത്തുവന്നതോടെ കേരള പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നീ ഒന്ന് പോയാലും ഞാൻ കുത്തി കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. സതീശ, നീ എവിടെ പോകും? നീ പോവോ? ലുക്കൌട്ട് നോട്ടീസ്. കേസെടുത്തതിനു പിന്നാലെ സതീഷ് ശങ്കറിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. വിമാനത്താവളങ്ങളിൽ ജാഗ്രതയായി. 2025 ജൂലൈ 29 ചൊവ്വാഴ്ച ഷാർജയിലെ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തുവന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള തടസ്സങ്ങൾ നീങ്ങി. 2025 ജൂലൈ 29 ചൊവ്വാഴ്ച രാത്രി ഷാർജയിൽ നിന്ന് എയർ അറേബ്യ വിമാനത്തിൽ രാത്രി 10:20 മൃതദേഹം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടത്. 2025 ജൂലൈ 30 ബുധൻ മൃതദേഹം നാട്ടിലെത്തിച്ചു. റീപോസ്റ്റ്മോർട്ടം വേണം, കുടുംബത്തിന്റെ അഭ്യർത്ഥന. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികളും റീപോസ്റ്റ്മോർട്ടവും നടത്തി. 2025 ജൂലൈ 30 ബുധൻ വൈകുന്നേരം കൊല്ലം ചവറയിലുള്ള കുടുംബ വീട്ടിൽ അതുല്യയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. ആർക്കു വേണ്ടിയാണോ അതുല്യ പോരാടിയത്, ആ മകൾ, അതുല്യയുടെ 10 വയസ്സുകാരിയായ മകൾ അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. കേസെടുത്തു. അതുല്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താനായി ആശുപത്രിയിലേക്ക് മാറ്റുകയും പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. നാട്ടിൽ പക്ഷേ വാർത്തകൾ പ്രതികൂലമാണ്. സതീഷ് ശങ്കർ നിയമോപദേശം തേടിയിരിക്കുന്നു. ജാമ്യമെടുക്കുന്നതാണ് നല്ലത്. ലുക്കൌട്ട് നോട്ടീസ് ഉള്ളതാണല്ലോ. ഓഗസ്റ്റ് ആദ്യവാരം സതീഷ് അഭിഭാഷകർ മുഖേന കോടതിയെ സമീപിച്ചു. അതുല്യയുടെ ഭർത്താവ് സതീഷ് ശങ്കറിന് കൊല്ലം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചു. 2025 ഓഗസ്റ്റ് 15 തിരുവനന്തപുരം വിമാനത്താവളം. UAEയിൽ നിന്നും നാട്ടിലെത്തിയ സതീഷ് ശങ്കർ തിരുവനന്തപുരം വിമാനത്താവളത്തിലിറങ്ങി. എമിഗ്രേഷൻ വിഭാഗമാണ് ആദ്യം തടഞ്ഞുവെച്ചത്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നതിനാലാണ് എമിഗ്രേഷൻ വിഭാഗം ഇയാളെ തിരിച്ചറിഞ്ഞതും കസ്റ്റഡിയിലെടുത്തതും. തുടർന്ന് എമിഗ്രേഷൻ വിഭാഗം വിവരം അറിയിച്ചതനുസരിച്ച് വലിയതുറ പോലീസ് വിമാനത്താവളത്തിലെത്തി ഇയാളെ ഏറ്റെടുത്തു. വിമാനത്താവളത്തിൽ ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടു. കോടതിയുടെ ഇടക്കാല മുൻകൂർ ജാമ്യം നിലവിലുണ്ടായിരുന്നു. മണിക്കൂറുകൾ നീണ്ട തടഞ്ഞുവെക്കലിനും ചോദ്യം ചെയ്യലിനും ശേഷം പോലീസിന് ഇയാളെ അന്നു തന്നെ വിട്ടയക്കേണ്ടി വന്നു. നിയമത്തിന്റെ പഴുതിലൂടെ അയാൾ കേരളത്തിനകത്തേക്ക് കടന്നു. 2025 ഓഗസ്റ്റ് 5 അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ച് യൂണിറ്റിന് കൈമാറാൻ തീരുമാനമായി. 2 രാജ്യങ്ങളിലായി നിലനിൽക്കുന്ന കേസ്. ഡിജിറ്റൽ തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധന. ഇതിനൊക്കെ ക്രൈംബ്രാഞ്ചിന്റെ വൈദഗ്ധ്യം ആവശ്യമായി വന്നു. തുടർന്ന് കേസ് അവർ ഏറ്റെടുത്തു.
സതീഷിനെ ചോദ്യം ചെയ്യണം. അയാളുടെ കയ്യിലുണ്ട് ഉത്തരങ്ങൾ. കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് ആദ്യം സതീഷിന് മുൻകൂർ ജാമ്യമെന്ന നിയമപരിരക്ഷ ഇല്ലാതാക്കാനുള്ള വഴികളായിരുന്നു നോക്കിയത്. അവർ കൊല്ലം സെഷൻസ് കോടതിയെ സമീപിച്ചു. ക്രൈംബ്രാഞ്ച് നീക്കങ്ങൾ അതീവ ശ്രദ്ധയോടെയായിരുന്നു. സതീഷിന്റെ ജാമ്യം റദ്ദാക്കണം. കാരണങ്ങൾ ധാരാളമുണ്ട്. ഒന്ന്, കേസ് അന്വേഷണത്തിന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. 2, പീഡനങ്ങളെക്കുറിച്ച് അതുല്യ വിവരിക്കുന്ന ഹൃദയഭേദകമായ പുതിയ വോയിസ് നോട്ടുകൾ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചു. ഈ സന്ദേശങ്ങളിൽ സതീഷ് തന്നെ മർദ്ദിക്കുന്നതും ആഹാരം പോലും നൽകാതെ അടച്ചിട്ടതും ഉൾപ്പെടെയുള്ള മാരകമായ അനുഭവങ്ങൾ അതുല്യ തുറന്നു പറയുന്നുണ്ട്. 3, നേരത്തെ മുൻകൂർ ജാമ്യം നൽകിയപ്പോൾ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുന്നതുവരെ എന്ന നിബന്ധന കോടതി വച്ചിരുന്നു. പുതിയ തെളിവുകളും വീഡിയോ ശബ്ദ സന്ദേശങ്ങളും കൂടി പുറത്തുവന്നതോടെ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായി എന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. കോടതി അത് ശരിവച്ചു. (2025) സെപ്റ്റംബർ 29 സതീഷിന്റെ ജാമ്യം കോടതി റദ്ദാക്കി. തുടർന്ന് ഇയാൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. അവിടെ നടപടികൾ പൂർത്തിയാക്കി സതീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പങ്കാളിയുടെ വേദനയോ സങ്കടമോ മനസ്സിലാക്കാത്ത നാർസിസം, മറ്റൊരാളുടെ വേദന കണ്ട് ആനന്ദിക്കുന്ന പങ്കാളി കരയുന്നത് കാണുമ്പോൾ വൈകാരിക സംതൃപ്തി അനുഭവിക്കുന്ന സാഡിസം, താൻ ചെയ്യുന്നത് തെറ്റാണെന്ന ബോധ്യത്തിനു പകരം അത് തന്റെ അവകാശമാണെന്ന പുരുഷന്റെ സോഷ്യൽ കണ്ടീഷനിങ്, ഇതെല്ലാം ചേർന്ന ഒരാൾ, അങ്ങനെ ഒരാൾക്ക് മാത്രമേ തന്റെ നല്ല പാതിയെ മരണത്തിലേക്ക് തള്ളിയിടാൻ കഴിയൂ. സ്ത്രീകളും അവരുടെ കുടുംബവും പുറം ലോകമറിയാതിരിക്കാൻ നടത്തുന്ന ഒത്തുതീർപ്പുകളാണ് ഇത്തരക്കാരുടെ വളം. സഹതാപമില്ലായ്മ, അമിതമായ പണത്തോടുള്ള ആർത്തി, പുരുഷാധിപത്യ മനോഭാവം എന്നിവ ചേർന്ന ഒരു വികൃത മനസ്സിനുടമകളാണ് ഇത്തരക്കാർ. ഒരു വ്യക്തിയെ മരിക്കാൻ പ്രേരിപ്പിക്കുന്നത് അത്രമേൽ ആസൂത്രിതമായ ഒരു കുറ്റകൃത്യമാണ്, ഒരു കൊലപാതകമാണ്.